എല്ലാവർക്കും SLC ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വില്യം വേർഡ്സ്വർത്തിന്റെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന പോയത്തിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കി. ഈ വീഡിയോയിൽ നമുക്ക് ആ പോയത്തിലേക്ക് കടക്കാം. ആ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കൂടുതൽ പോയറ്റിക് ഡിവൈസുകൾ പരിചയപ്പെടാം. അതിനു മുന്നേ ആ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്കൊന്ന് നോക്കാം. പറഞ്ഞിരുന്ന പോയം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എഴുതിയത് വില്യം വേർഡ്സ്വർത്ത് ആണ്. ഇതൊരു നേച്ചർ പോയമാണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വില്യം വേർഡ്സ്വർത്ത് തന്നെ ഒരു നേച്ചർ പോയിന്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു നേച്ചർ പോയമാണ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഇൻ ദിസ് പോയം നറേറ്റ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ. രണ്ടാമത്തെ പോയിന്റ് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു പരസ്പര ബന്ധം, അതിനെ ഈ പോയത്തിൽ ഉടനീളം പോയിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഈ പോയം തുടങ്ങുന്നത് തന്നെ പോയിട്ട് റിജോയ്സ് ദി ബ്യൂട്ടിഫുൾ സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ഓഫ് നേച്ചർ. പ്രകൃതിയിലെ മനോഹാരിതയെ ആസ്വദിച്ചുകൊണ്ടാണ് പോയിട്ട് കവിത തുടങ്ങുന്നത്. പ്രകൃതിയിലെ പല ശബ്ദങ്ങളും അതുപോലെ തന്നെ പല കാഴ്ചകളെയും എല്ലാം പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കവിതയുടെ തുടക്കത്തിൽ നറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഈ സന്തോഷത്തിനൊപ്പം തന്നെ ഒരു ചെറിയ ദുഃഖം കൂടി ഉണ്ടാവും. ആ ദുഃഖം എന്ന് പറയുന്നത് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. മനുഷ്യൻ മനുഷ്യനോട് തന്നെ ചെയ്യുന്ന ക്രൂരതകളെ ഓർത്ത്, അല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യനോട് തന്നെ ചെയ്യുന്ന പ്രവൃത്തികളെ ഓർത്താണ് പോയിറ്റിന് ഏറ്റവും വലിയ ദുഃഖം. ലാമെന്റ് മീൻസ് ഗ്രീവ്, ദുഃഖിക്കുക എന്നാണ്. പോയിറ്റിന്റെ ഒരേ ഒരു ദുഃഖം എന്ന് പറയുന്നത് മനുഷ്യൻ മനുഷ്യനോട് തന്നെ ചെയ്യുന്ന പ്രവൃത്തികളെ ആലോചിച്ചാണ് പോയിറ്റിന് ഏറ്റവും വലിയ ദുഃഖം. ഇനി ഹ്യൂമൻ നോട്ട് ഓൺലി ഹാം ദംസെൽസ് ബട്ട് ഓൾസോ ഡിസ്ട്രോയ് ദി നേച്ചർ. നമുക്കറിയാം ഇന്നത്തെ ജനറേഷനിൽ മനുഷ്യൻ മനുഷ്യനോട് മാത്രമല്ല ക്രൂരത ചെയ്യുന്നത്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ക്രൂരത ചെയ്യുന്നത് പ്രകൃതിയോടാണ്. പ്രകൃതിയെ മനുഷ്യൻ അടിച്ചമർത്തുകയാണ്, പ്രകൃതിയെ മനുഷ്യൻ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ജനറേഷനിലെ എല്ലാവരോടും പറയാനുള്ളത് പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സംരക്ഷിക്കണമെന്നാണ്. നമ്മൾ 8ാം ക്ലാസ്സിൽ ഒരു പോയം പഠിച്ചിരുന്നു, വി ആർ ദ വേൾഡ്, അല്ലയോ? അപ്പൊ അതിനകത്ത് 2 വരി എന്ന് പറയുന്നത് വി ആർ ദ വേൾഡ്, വി ആർ ദ ചിൽഡ്രൻ, വി ആർ ദ വൺ ഹു മേക്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ എന്നാണ്. അതായത് നമ്മളാണ് ലോകം, നമ്മളാണ് കുട്ടികൾ, നമ്മളാണ് ഇനി വരാൻ പോകുന്ന തലമുറയിൽ എന്ത് നടക്കണം, അല്ലെങ്കിൽ ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാക്കുന്നത് നമ്മളാണ്, അല്ലയോ? അപ്പൊ ഇനി വരാൻ പോകുന്ന പ്രകൃതി, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറയിൽ പ്രകൃതിക്ക് എങ്ങനെ ഒരു കൺസിഡറേഷൻ കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ എല്ലാവരും പ്രകൃതിയെ വളരെയധികം സ്നേഹിക്കുകയും വളരെയധികം കെയർ ചെയ്യുകയും ചെയ്യേണ്ട ഒരു കാലമാണ്. ഇനി പോയിട്ട് പറയുന്ന ഒരു കാര്യം നേച്ചേഴ്സ് ഹോളി പ്ലാനെ കുറിച്ചാണ്. പ്രകൃതിയുടെ ഹോളി പ്ലാൻ എന്ന് പറയുന്നത് കോ എക്സിസ്റ്റൻസ് ആണ്. കോ എക്സിസ്റ്റൻസ് മീൻസ് പരസ്പര സഹവർത്തിത്വം, അല്ലെങ്കിൽ പരസ്പരമായ ഒരു ബന്ധം. കോ എക്സിസ്റ്റൻസ് മീൻസ് നമുക്ക് വേറെ രീതിയിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് നേച്ചർ. അതായത് പ്രകൃതിയുടെ നിലനിൽപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്കും നിലനിൽപ്പുള്ളൂ, പ്രകൃതി ഉണ്ടെങ്കിൽ നമുക്കും ഒരു നിലനിൽപ്പുള്ളൂ എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ നേച്ചറിന്റെ ഹോളി പ്ലാൻ എന്ന് പറയുന്നത് കോ എക്സിസ്റ്റൻസ് ആണ്, പരസ്പര സഹവർത്തിത്വം. അത് പോയിറ്റിനെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, സന്തോഷിക്കുന്നു. പ്ലീസസ് മീൻസ് സന്തോഷിപ്പിക്കുക, ആനന്ദിപ്പിക്കുന്നുണ്ട്. പോയിറ്റിനെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം പ്രകൃതിയുടെ ഹോളി പ്ലാൻ ആയിട്ടുള്ള കോ എക്സിസ്റ്റൻസ് ആണ്. പക്ഷെ അതേസമയം പോയിറ്റിന് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഹോളി പ്ലാനിനെ നശിപ്പിക്കുന്ന മനുഷ്യന്റെ പ്രവർത്തികൾ. അതാണ് പറയുന്നത് എന്താ, ബട്ട് ദ വയലേഷൻ ഓഫ് ദീസ് ഹോളി പ്ലാൻ ബൈ ഹ്യൂമൻസ് പെയിൻസ്. അതായത് പോയിറ്റിനെ ഏറ്റവും അധികം സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രകൃതിയെ നശിപ്പിക്കുന്ന മനുഷ്യന്റെ പ്രവൃത്തികൾ ആലോചിക്കുമ്പോഴാണ് പോയിറ്റിന് വളരെയധികം സങ്കടം ഉണ്ടാകുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഒന്നും കൂടി പറയാം. ഒന്നെന്ന് പറയുന്നത് ലൈൻസ് റിട്ടൺ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന പോയം ഒരു നേച്ചർ പോയമാണ്. ഇത് ഈ പോയത്തിൽ റിലേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള റിലേഷൻ പോയറ്റ് ഉടനീളം പരിചയപ്പെടുത്തുന്നുണ്ട്. പോയം തുടങ്ങുന്നത് തന്നെ പോയറ്റ് റിജോയ്സ് ദി സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ മനോഹാരിതയെ ആസ്വദിച്ചുകൊണ്ടാണ്. പക്ഷെ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ഒരു സങ്കടം എന്ന് പറയുന്നത് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതകൾ ആലോചിക്കുമ്പോഴാണ് പോയറ്റിന് വളരെയധികം ദുഃഖം. പോയിട്ട് വീണ്ടും പറയാണ് എന്താ, ഹ്യൂമൻസ് നോട്ട് ഓൺലി ഹാം ദംസെൽസ്. മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമല്ല ക്രൂരത ചെയ്യുന്നത്, ബട്ട് ഓൾസോ ദേ ഡിസ്ട്രോയ് ദ നേച്ചർ. പ്രകൃതിയെ കൂടി അവർ എന്ത് ചെയ്യുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്. പിന്നെ പോയിട്ട് പറയുന്നത് പ്രകൃതിയുടെ ഹോളി പ്ലാൻ ആണ്. ഹോളി പ്ലാൻ എന്ന് പറയുന്നത് കോ എക്സിസ്റ്റൻസ് ആണ്, പരസ്പര സഹവർത്തിത്വം. അത് പോയിറ്റിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. പക്ഷേ മനുഷ്യൻ നേച്ചറിനോട് ചെയ്യുന്ന ക്രൂരതകൾ ആലോചിക്കുമ്പോൾ പോയിറ്റിന് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്നു. അപ്പൊ ഇനി നമുക്ക്
പോയറ്റിലെ ആദ്യത്തെ 2 സ്റ്റാൻസുകൾ ഒന്ന് പരിചയപ്പെടാം. ആ സ്റ്റാൻസുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസുകൾ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റാൻസയിലേക്ക് പോവാം. I heard 1,000 blended notes while in a groove I sate reclined. In that sweet mood when pleasant thoughts bring sad thoughts to the mind. ഇതിന്റെ മലയാളം അർത്ഥം നമുക്കൊന്ന് നോക്കാം. I heard 1,000 blended notes while in a groove I sate reclined. Blended notes means mixed sounds. വ്യത്യസ്തമായ ശബ്ദങ്ങൾ. ഗ്രോ മീൻസ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരുപാട് വൃക്ഷങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്തെ നമ്മൾ ഗ്രൂവ് എന്ന് പറയും, അല്ലെങ്കിൽ തോട്ടം എന്ന് നമുക്ക് പറയാം. സെയ്റ്റ് എന്നാൽ ഓൾഡ് ഇംഗ്ലീഷ് വേർഡ് ആണ്. അതിന്റെ മീനിങ് സാറ്റ് എന്നാണ്. സിറ്റിന്റെ പാസ്റ്റ് ആയ സാറ്റ് എന്നാണ് മീനിങ്. റിക്ലൈൻ എന്നാൽ വിശ്രമിക്കുക എന്നാണ്. അപ്പൊ പോയിട്ട് അതായത് വില്യം വേർഡ്സ്വർത്ത് പറയുകയാണ്, അദ്ദേഹം ഒരു ഗ്രൂവിലിരുന്ന് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ചെറിയ തോട്ടത്തിലിരുന്ന് വിശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുകയാണ്. എവിടെ നിന്നാണ്? പ്രകൃതിയിൽ നിന്ന്. അപ്പൊ പ്രകൃതിയിൽ നിന്നുള്ള വ്യത്യസ്തമായ ശബ്ദങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഗാനങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യാണ്? കേൾക്കുകയാണ്. ചിലപ്പോൾ അത് പക്ഷികളുടെ ശബ്ദമായിരിക്കാം, ചിലപ്പോ കാറ്റിൽ നിന്ന് വൃക്ഷങ്ങളിൽ നിന്നുണ്ടാകുന്ന ശബ്ദമായിരിക്കാം. അപ്പം ഇതെല്ലാം അദ്ദേഹം ആസ്വദിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് വെൻ പ്ലസന്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ഇൻ ദി മൈൻഡ്. ആ ഒരു പ്ലസന്റ് തോട്ട്സ് അല്ലെങ്കിൽ ആ ഒരു നേച്ചറിൽ ഉണ്ടാകുന്ന ആ ഒരു ശബ്ദങ്ങൾ അല്ലെങ്കിൽ നേച്ചറിൽ ഉണ്ടാകുന്ന ആ ഒരു കാഴ്ചകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ സന്തോഷം നിറയ്ക്കുന്ന ചിന്തകളെ കൊണ്ടുവരുന്നു. പക്ഷെ അദ്ദേഹം പറയുകയാണ്, ആ സന്തോഷം നിറഞ്ഞ ചിന്തകളിലൊക്കെയും അല്ലെങ്കിൽ ആ സന്തോഷം നിറഞ്ഞ ചിന്തകൾക്കൊപ്പം ചില സാഡ് തോട്ട്സ് അല്ലെങ്കിൽ ദുഃഖം നിറഞ്ഞ കുറച്ച് ചിന്തകൾ കൂടി അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഇതാണ് ആദ്യത്തെ 4 വരിയുടെ മീനിങ്. അതായത് അദ്ദേഹം ഒരു ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്ത് വ്യത്യസ്തമായ കാഴ്ചകളും വ്യത്യസ്തമായ ശബ്ദങ്ങളും പ്രകൃതിയിൽ അദ്ദേഹം ആസ്വദിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ കാഴ്ചകളെല്ലാം തന്നെ എനിക്ക് വളരെയധികം ഹാപ്പി നൽകുന്നുണ്ട്, അതോടൊപ്പം തന്നെ എന്താ സങ്കടവും നൽകുന്നുണ്ട്. അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ ചിന്തകൾക്കൊപ്പം സങ്കടം നിറഞ്ഞ ചിന്തകൾ കൂടി അദ്ദേഹത്തിന് ഉണ്ടാകും. ഇനി ഈ 4 വരി നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതൊരു ക്വാർട്രൈൻ ആണ്. കാരണം 4 വരിയുണ്ട്. 4 വരി ഉള്ളതിനെ നമ്മൾ പറയുന്ന പേരാണ് ക്വാർട്രൈൻ എന്ന് പറയുന്നത്. വിത്ത് എ റൈമിംഗ് സ്കീം ഓഫ് എ ബി എ ബി. റൈമിംഗ് സ്കീം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യമേ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കണം. ഇതിനകത്ത് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് നോട്ട്സ്, തോട്ട്സ്, റിക്ലൈൻഡ് ആൻഡ് മൈൻഡ്. അപ്പൊ ആദ്യമേ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കുക. റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് നോട്ട്സും തോട്ട്സും റിക്ലൈൻഡും മൈൻഡ്. ഇപ്പൊ സിമിലർ ആയിട്ടുള്ള റൈമിംഗ് വേർഡ്സിന് സിമിലർ ആയിട്ടുള്ള ലെറ്റേഴ്സ് കൊടുക്കുക. ഇപ്പൊ നോട്ട്സിന് ഞാൻ എ എന്ന് കൊടുത്തു. നോട്ട്സുമായിട്ട് നിൽക്കുന്ന റൈം എന്ന് പറയുന്നത് തോട്ട്സ് ആണ്. അപ്പൊ അതിന് ഞാൻ എന്ത് കൊടുത്തു? എ എന്ന് കൊടുത്തു. ഇനി ഡിഫറെന്റ് ആയ റൈമിംഗ് വേർഡാണ് റിക്ലൈൻഡ്. റിക്ലൈൻഡ് ഞാൻ ബി എന്ന് കൊടുത്തു. അതുമായിട്ട് സിമിലർ ആയി നിൽക്കുന്ന റൈമിംഗ് വേർഡാണ് മൈൻഡ്. അതിന് ഞാൻ ബി എന്ന് കൊടുത്തു. അപ്പൊ ഇതിന്റെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് എ ബി എ ബി. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു വരിയിലെ അവസാനത്തെ 4 വാക്കുകൾ, ഒന്ന് ഗോൾഡ്, ഹോൾഡ്, അടുത്ത ഫ്ലവർ, അവർ. ഓക്കെ, ഇങ്ങനെ 4 വേർഡ്സ് ഒരു 4 വരിയിലെ അവസാനത്തെ 4 വാക്കുകളാണ്. ഇതിന്റെ റൈമിംഗ് വേർഡ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഗോൾഡ്, ഹോൾഡ്, ഫ്ലവർ, അവർ. അപ്പൊ ഗോൾഡ് ഞാൻ എന്ത് കൊടുത്തു? എ എന്ന് കൊടുത്തു. ഗോൾഡുമായിട്ട് സിമിലർ ആയിട്ട് നിൽക്കുന്നതാണ് ഏതാ? ഹോൾഡ്. അപ്പൊ ഞാൻ അതിനും എന്ത് കൊടുത്തു? എ എന്ന് കൊടുത്തു. ഇനി ഫ്ലവർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയ റൈമിംഗ് വേർഡ് ആണ്. അതിന് ഞാൻ എന്ത് കൊടുത്തു? ബി എന്ന് കൊടുത്തു. അതുമായിട്ട് സിമിലർ ആയതാണ് അവർ. അവറിന് ഞാൻ എന്ത് കൊടുത്തു? ബി എന്ന് കൊടുത്തു. അപ്പൊ ഇതിന്റെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് എ എ ബി ബി. ഇനി ഇതുമായിട്ട് ഒട്ടും ബന്ധമില്ലാത്ത വേറെ വേർഡ് എഴുതാണ്. കൂൾ എന്ന് പറയുന്ന ഒരു ലൈൻ കൂടെ ഒന്ന് വെച്ചോ. അപ്പൊ അതിന് ഞാൻ എന്ത് കൊടുക്കാം? അപ്പൊ ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അപ്പൊ അതിന് വേറൊരു വേർഡ് സി. അപ്പൊ ഇതിന്റെ റൈമിംഗ് സ്കീം എന്ന് വരും എ എ ബി ബി സി എന്ന് വരും. അപ്പൊ ഇങ്ങനെയാണ് റൈമിംഗ് സ്കീം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഒരു ലൈൻസ് റിട്ടൺ എയർലി സ്പ്രിംഗ് എന്ന പോയത്തിന്റെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് എ ബി ആണ്. ഇനി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പോയറ്റിക് ഡിവൈസ് ആണ് ഹൈപ്പർബലി. ഹൈപ്പർബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ പലപ്പോഴും പറയും പൊക്കി പറയുക, അല്ലെങ്കിൽ വലിച്ചു നീട്ടി പറയുക എന്നൊക്കെ പറയും. അപ്പൊ ഈ പോയറ്റില് 1,000 ബ്ലെൻഡഡ് നോട്ട്സ് എന്ന് കവി ഉപയോഗിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ കവി ഗ്രൂപ്പിൽ ഇരുന്നിട്ട് ആയിരക്കണക്കിന് ശബ്ദങ്ങൾ കേട്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും കേട്ട് കാണില്ല. അപ്പൊ കവി ആ ഒരു
ആ ഒരു കേട്ട ശബ്ദത്തെ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ വലിച്ചു നീട്ടി പറയുക, അല്ലെങ്കിൽ പൊക്കി പറഞ്ഞിരിക്കുകയാണ് അല്ലയോ. അപ്പൊ ആ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതിന് പറയുന്ന പോയറ്റിക് ഡിവൈസ് ആണ് ഹൈപ്പർ ബെലി എന്ന് പറയും. അപ്പൊ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹൈപ്പർ ബെലി എന്ന് പറയുന്നത് 1000 ബ്ലെൻഡഡ് നോട്ട്സ് എന്ന ലൈനാണ്. ഇനി റൈമിംഗ് വേർഡ്സ് നമ്മൾ പരിചയപ്പെട്ടു, നോട്ട്സും തോട്ട്സും റീക്ലൈൻഡും മൈൻഡും. ഇനി വിഷ്വൽ ഇമേജ് ഉണ്ട്. വിഷ്വൽ ഇമേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പോയറ്റിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമ്മൾ വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത്. ഓഡിറ്ററി ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയറ്റിൽ കേൾക്കാൻ കഴിയുന്നതിനാണ് നമ്മൾ ഓഡിറ്ററി ഇമേജ് എന്ന് പറയുന്നത്. ഇവിടെ ഗ്രോവ്, തോട്ടം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്, അതുകൊണ്ടാണ് നമ്മൾ വിഷ്വൽ ഇമേജ് ആയിട്ട് ഗ്രൂവിനെ കണക്കാക്കുന്നത്. അടുത്ത ഓഡിറ്ററി ഇമേജ് എന്ന് പറയുന്നത് ബ്ലെൻഡഡ് നോട്ട്സ് അല്ലെങ്കിൽ മിക്സഡ് സൗണ്ട്സ് എന്ന് പറയുന്നത് ഓഡിറ്ററി ഇമേജ് ആണ്. ഇനി സെയ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പറഞ്ഞു, സെയ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓൾഡ് ഇംഗ്ലീഷ് വേർഡ് ആണ്. അതിന്റെ മീനിങ് സാറ്റ് എന്നാണ്, അല്ലെങ്കിൽ സിറ്റിന്റെ പാസ്റ്റ് ആയ സാറ്റ് എന്നാണ്. ഇതാണ് ആദ്യത്തെ 4 വരികൾ അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റാൻസ എന്ന് പറയുന്നത്. ഇനി ബാക്കി സ്റ്റാൻസാസും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസുകളെ പറ്റിയും നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായി പരിചയപ്പെടാം.